നിങ്ങൾ ദൈവ സന്നിധിയിലേക്കൊന്ന് കാലെടുത്ത് വയ്ക്കുവാൻ തയ്യാറാകുമ്പോൾ, അവൻ ആരാധനയ്ക്കൊന്ന് വരുവാൻ തങ്ങൾ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തെ ആത്മീയമായി നിങ്ങൾ ഒരു പടി മുന്നേറുവാൻ തുടങ്ങുമ്പോൾ, അവൻ നിങ്ങൾക്കെതിരായി പല ശബ്ദങ്ങളും എന്ത് ചെയ്യും? ഉയർന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. നിങ്ങളെ തകർത്തു കളയുവാൻ തക്കവണ്ണം പല ശബ്ദങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി വരും. കാരണം എന്താണെന്ന് അറിയാമോ? അവിടെ നിങ്ങൾക്ക് വിജയമുണ്ടാകുമെന്നുള്ളത് ശത്രുവിനറിയാം. ഹല്ലേലൂയ. അവിടെ കൂടി നിൽക്കുന്നവർക്കറിയാം, യേശു ക്രിസ്തുവിനെ ഇവരെ സൗഖ്യമാക്കുന്നത് വലിയ സംഭവമൊന്നുമല്ല. ഈ രണ്ട് കുരുടന്മാർക്ക് സൗഖ്യം നൽകുന്നത്, അവർക്ക് കാഴ്ച നൽകുന്നത്, അവന്റെ കൂടെ നടന്ന മറ്റുള്ളവർക്ക് അറിയാത്തത് കൊണ്ടല്ല അവർ മിണ്ടാതിരിക്കുവാൻ പറഞ്ഞത്. ആ കുരുടന്മാർക്ക് സൗഖ്യം ലഭിക്കുമെന്ന് അവൻ പിശാച് കണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് അവൻ ഹല്ലേലൂയ അവിടെ പിശാച് അവരുടെ മുൻപിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. ആത്മീയമായി നിങ്ങൾ മുന്നേറുമ്പോൾ, കർത്താവിലേക്ക് നിങ്ങൾ അന്ന് അടുത്ത് വരുമ്പോൾ, നിങ്ങൾക്ക് വരുന്ന പ്രതിസന്ധികൾ എന്ത് ചെയ്യണം? നിങ്ങൾ അത് മനഃപൂർവ്വമായി കണ്ട് മനസ്സിലാക്കണം. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഒന്ന് മനഃപൂർവ്വമായിട്ട്, അല്ലേ? സാധാരണയായിട്ട് നമുക്കൊരു കഷ്ടത വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തളർന്നു പോകാറുണ്ട്, അല്ലേ? ചില ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തകർന്നു പോകാറുണ്ട്. പക്ഷേ ഇവിടെ തിരുവചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ അതിൽ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ നിങ്ങൾ തടയപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ബോധപൂർവം എന്ത് ചെയ്യണം? അതിനെ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ബോധപൂർവം അത് മനസ്സിലാക്കി, നിങ്ങൾ മനസ്സുകൊണ്ട് ഇതെന്താണ്? എൻ്റെ ആത്മീയത്തെ തകർക്കുവാനുള്ളതാണെന്ന് മനസ്സിലാക്കി, എൻ്റെ വളർച്ചയെ തകർക്കുവാനുള്ളതെന്ന് മനസ്സിലാക്കി നിങ്ങൾ ബോധപൂർവം അടുത്ത സ്റ്റെപ്പ് വയ്ക്കുവാൻ തയ്യാറാണ്. അതാണ് ഇവിടെ ചെയ്തത്. ഈ പുരുഷാരം മുഴുവൻ നിങ്ങൾ മിണ്ടാതിരിപ്പിനെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർ അത്യുച്ചത്തിൽ ദൈവത്തെ വിളിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ അവർ, കർത്താവേ ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ചു. ഹല്ലേലൂയ. നിങ്ങളെ തടഞ്ഞു വെക്കുവാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ മുൻപാകെ, നിങ്ങളെ തകർത്ത് കളയുവാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ മുൻപാകെ നിങ്ങൾ മാറി കടന്നു പോകുകയല്ല. നിങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ മുൻപാകെ നിങ്ങൾ ഒളിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ അധികമായി മുന്നേറുവാൻ തക്കവണ്ണം ഇടയായി തീരണം. അധികമായി നിങ്ങൾ സ്റ്റെപ്പ് വയ്ക്കുവാൻ തയ്യാറാകണം. അങ്ങനെ സ്റ്റെപ്പ് വെച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്ന രണ്ട് കുരുടന്മാർ.